നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയ്ക്കിടെ ഹേമാംബിക പോലീസ് സ്റ്റേഷനിലെ 3 ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പ്രധാന പ്രതിയായ യുവാവ് സൈനികൻ എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അതായത് പോലീസിനെയാണ് ഒരു സൈനികനെന്ന് സംശയിക്കുന്ന യുവാവ് ഇപ്പോൾ മർദ്ദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അവധിക്ക് നാട്ടിലെത്തിയ സൈനികനാണ് പ്രധാന പ്രതിയായിട്ടുള്ള ജിജീഷ് എന്നാണ് സൂചന. പ്രകോപനമൊന്നുമില്ലാതെ പോലീസിനെ ഇയാൾ ആക്രമിച്ചെന്നും തുടർന്ന് ബലപ്രയോഗം നടത്തി വാഹനത്തിൽ കയറ്റിയപ്പോൾ കാലുയർത്തി തൊഴിച്ചെന്നും പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. പാലക്കാട് ഹേമാംബിക പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരായ സുദർശന, ജോൺ സേവ്യർ, സിവിൽ പോലീസ് ഓഫീസർ രജനീഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 6:30 മലമ്പുഴ പയ്യൂക്കുന്ന് ഭാഗത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും മലമ്പുഴ ഭാഗങ്ങളിലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വാഹന പരിശോധന നടത്തവേ മലമ്പുഴ ഭാഗത്തു നിന്ന് അമിത വേഗതയിൽ വന്ന കാർ പോലീസ് തടഞ്ഞു. വാഹനം വിശദമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് കാറിലുണ്ടായിരുന്നവർ പോലീസിനോട് തട്ടിക്കയറിയത്. പ്രകോപനമൊന്നുമില്ലാതെ സംഘം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ളവരെ പരസ്യമായി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. ഇന്ന് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് വ്യാപകമായി തന്നെ സംശയം തോന്നുന്ന വാഹനങ്ങളൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. ഇവിടെ വാഹനം പരിശോധന നടത്തണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇവർ മദ്യപിച്ചിരുന്നതായിട്ടും പോലീസ് പറയുന്നുണ്ട്. ആ സമയത്താണ് വാഹനം പരിശോധിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിക്കൊണ്ട് മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. കാറിലുണ്ടായിരുന്നവർ കടുത്ത ലഹരിയിലായിരുന്നുവെന്നും പരിശോധനയിൽ കാറിനുള്ളിൽ നിന്നും മദ്യക്കുപ്പികൾ കണ്ടെടുത്തതായും പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കാറിലുണ്ടായിരുന്ന മണ്ണാർക്കാട് സ്വദേശി ജിജീഷ് ഉൾപ്പെടെ 4 പേരെയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിന് വിധേയരാക്കിയിരിക്കുന്നത്. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും വനിതാ ഉദ്യോഗസ്ഥയെ ഉൾപ്പെടെ ആക്രമിച്ചതിനും ജിജീഷിനും സംഘത്തിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ സംഭവം വലിയ നാണക്കേടാണ് സേനയ്ക്ക് തന്നെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസിനെ ചീത്ത വിളിക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പേരാമ്പ്രയിൽ ലഹരി മരുന്ന് സംഘം പോലീസിനെയും നാട്ടുകാരെയും ആക്രമിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ 2 യുവാക്കളും 3 സ്ത്രീകളും ഉൾപ്പെടെ 5 പേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. കോഴിക്കോട് റൂറൽ SP ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര പാണ്ടിക്കോട് വെച്ച് ഡാൻസ് ഓഫ് സ്ക്വാഡ് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. പരിശോധനയ്ക്കായി അടുത്തേക്ക് വന്ന ഉദ്യോഗസ്ഥരെ ലഹരി സംഘം പെട്ടെന്ന് തന്നെ തടയുകയും ആക്രമിക്കാൻ തുടങ്ങുകയുമായിരുന്നു. ആക്രമണത്തിൽ സ്ക്വാഡ് അംഗങ്ങൾക്കും റിയാദ് എന്ന നാട്ടുകാരനും പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയാണ് അക്രമി സംഘത്തെ ബലമായി കീഴടക്കിയത്. പിടിയിലായവരിൽ നിന്നും മാരകമായ രാസലഹരിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ 1 മാസം പിന്നിട്ടപ്പോൾ ജില്ലയിൽ നടന്നത് സമാനതകളില്ലാത്ത ലഹരി വേട്ടയാണ്. കഴിഞ്ഞ 2-ന് തുടങ്ങിയ ഓപ്പറേഷൻ ജില്ലയിലെ 5 പോലീസ് സബ് ഡിവിഷനുകളിലായി 6000-ഓളം പേരെ ഇതുവരെ പോലീസ് പരിശോധിച്ചു. ആകെ 256 കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ലഹരി വസ്തുക്കളുമായി 279 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10.62 ഗ്രാം MDMA-യും 8 ഗ്രാം ഹാഷിഷ് ഓയിലും 10 കഞ്ചാവ് ചെടികൾ എന്നിവ പ്രതികളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. ലഹരി വസ്തുക്കളുമായി പിടികൂടിയവരിൽ കൂടുതലും 30 വയസ്സിൽ താഴെയുള്ളവരാണ്. കഞ്ചാവ് കൂടാതെ MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും ജില്ലയിൽ വ്യാപകമാണെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ 27-ന് ശാന്തിഗ്രാമിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന MDMA-യുമായി യുവാവിനെ തങ്കമണി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഏതാനും ദിവസം മുമ്പ് ക്യാൻസർ രോഗികൾക്കുള്ള ഗുളികകളും കഞ്ചാവുമായി നെടുങ്കണ്ടം പോലീസ് 3 യുവാക്കളെയും അറസ്റ്റ് ചെയ്തിരുന്നു. 20,000-ലധികം രൂപ വിലയുള്ള ക്യാൻസർ മരുന്നുകൾ ലഹരിക്കായാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് വിവരം. കീമോതെറാപ്പിക്ക് ശേഷം വേദന സംഹാരിയായി നൽകാറുള്ള ടാപ്പൻഡോൾ ടാബ്ലറ്റാണ് യുവാക്കളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി ഉപയോഗം, വിൽപ്പന എന്നിവ സംബന്ധിച്ച് പോലീസിന് വിവരങ്ങൾ നൽകുന്നവരുടെ എണ്ണവും കൂടുന്നു. ജില്ലാ തൂഫാൻ കൺട്രോൾ റൂം നമ്പറായ 94 97 93 25 08 ഇത് സംബന്ധിച്ച് ജനങ്ങൾക്ക് വിവരം അറിയിക്കാം. സന്ദേശം അറിയിക്കുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും പോലീസിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ തുടരുകയാണ്.
പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, സമുദായ സംഘടനകൾ എന്നിവയെല്ലാം ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നൽകി രംഗത്തെത്തിയതോടെയാണ് ലഹരി ഉപയോഗം, വ്യാപാരം എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തുടച്ചു നീക്കാനാകുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ അതിർത്തി കടത്തി ജില്ലയിലേക്ക് എത്തിക്കുന്ന ചില മാഫിയകളെ കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരം സംഘങ്ങളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് പോലീസ്. മയക്കുമരുന്ന്, സൈക്കോട്രോപിക് വസ്തുക്കൾ തുടങ്ങിയവയുടെ നിർമ്മാർജ്ജനത്തിനുള്ള പ്രത്യേക ഡ്രൈവിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും നിരോധിത വസ്തുക്കൾ പിടിച്ചെടുത്തതൊക്കെ തന്നെ നശിപ്പിച്ചു. 2003 സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത 17 കേസുകളുടെ ഭാഗമായി പിടിച്ചെടുത്ത പുകയില ഉൽപ്പന്നങ്ങളാണ് ബന്ധപ്പെട്ട കോടതികളുടെ ഉത്തരവുകളും നിലവിലുള്ള നിയമവ്യവസ്ഥകളും പാലിച്ച് ജില്ലാ പോലീസ് ക്യാമ്പിൽ നശിപ്പിച്ചത്. ജില്ലാ മയക്കുമരുന്ന് നിർമ്മാർജ്ജന സമിതി ചെയർമാനായ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ നസീമിന്റെ നേതൃത്വത്തിൽ ജില്ലാ മയക്കുമരുന്ന് നിർമ്മാർജ്ജന സമിതി അംഗങ്ങളായ നർക്കോട്ടിക് സെൽ ഡെപ്യൂട്ടി ഡിവൈഎസ്പി മുഹമ്മദ് റിയാസ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ടി എ യൂനുസ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് നശിപ്പിച്ചത്. ഇടുക്കി അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ഇമ്മാനുവൽ പോൾ, ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോയ് മാത്യു എന്നിവരുടെ സന്നിധനായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോട്ടിക് ഹണ്ട് പദ്ധതി 1 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ആകെ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് 30 കോടി രൂപയുടെ നിരോധിത ലഹരി വസ്തുക്കളാണ്. 5353 കേസുകൾ മൊത്തം കേരളം മുഴുവൻ രജിസ്റ്റർ ചെയ്തു. അറസ്റ്റിലായത് 5736 പേർ. 3706.743 ഗ്രാം MDMAയും 392.100 കിലോ കഞ്ചാവ്, 3776.039 ഗ്രാം ഹാഷിഷ് ഓയിൽ, 4.85 ഗ്രാം ഹാഷിഷ്, 657.219 ഗ്രാം ബ്രൗൺ ഷുഗർ, 12.6709 ഗ്രാം മെത്താഫെറ്റമിൻ, 31.23 ഗ്രാം ഹെറോയിൻ, 428 കഞ്ചാവ് ചെടികൾ, 11 LSD സ്റ്റാമ്പുകൾ, 56 ഗ്രാം നൈട്രോസെപ്പാം, 25.23 ഗ്രാം ഒപ്പിയം, 1.6 ഗ്രാം ചരസ്, 3294 കഞ്ചാവ് ബീഡികൾ തുടങ്ങിയ മാരക ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. ഈ കൊടുങ്കാറ്റ് വരും മാസങ്ങളിൽ കൂടുതൽ ശക്തമായി തുടരുമെന്ന സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചത്. ജൂൺ 24 എറണാകുളത്ത് നടത്തിയ 18 കോടി രൂപ വിലമതിക്കുന്ന 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട ഡൽഹി, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും നൈജീരിയൻ സ്വദേശികളായ രാജ്യാന്തര ലഹരി വിതരണക്കാരെ അറസ്റ്റ് ചെയ്തത്. 26 ലക്ഷം രൂപ വിലമതിക്കുന്ന മലപ്പുറത്തെ MDM വേട്ട, കാസർകോട്ടെ പുകയില നിർമ്മാണ കേന്ദ്രം തകർത്ത് 15,000 പാക്കറ്റ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത് തുടങ്ങിയവയെല്ലാം പദ്ധതിയുടെ പ്രധാന നേട്ടങ്ങളാണ്. ജൂൺ 27 രാത്രി നടത്തിയ തൂഫാൻ സ്ട്രൈക്ക് എന്ന സ്പെഷ്യൽ ഡ്രൈവിലൂടെ മാത്രം 799 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 806 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. സ്കൂൾ, കോളേജ് പരിസരങ്ങളിൽ ശക്തമായ നിരീക്ഷണങ്ങളും പരിശോധനയും ഏർപ്പെടുത്തിയതോടെ ലഹരി വിൽപ്പനയും വിപണനവും ഗണ്യമായി കുറഞ്ഞുവെന്നും പോലീസ് അറിയിച്ചു. ലഹരി മരുന്നിന്റെ ഉറവിടം കണ്ടെത്താനും ലഹരി ഫലപ്രദമായി തടയാനും കേന്ദ്ര ഏജൻസികളുടെ യോഗം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായി TENT എന്ന പ്രത്യേക യൂണിറ്റ് രൂപീകരിക്കാനും ഡ്രോൺ സൈബർ നിരീക്ഷണങ്ങൾ ശക്തമാക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതിനോടകം 6005 ബോധവൽക്കരണ ക്ലാസുകളും 279 കൗൺസിലിംഗുകളും പോലീസ് സംഘടിപ്പിച്ചു. 15 പേരെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. സ്കൂൾ, കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലും ബോധവൽക്കരണ പരിപാടികളും നടത്തി.